വിദേശ വിദ്യാർത്ഥികളോടുള്ള ട്രംപിന്റെ നീക്കം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. യുഎസിലെ അധികാരികൾ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ കർശനമായി പരിശോധിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കങ്ങൾ പരിശോധിച്ച് സർക്കാർ വിരുദ്ധ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നവരുടെ വിസകളും താമസാനുമതികളും നിഷേധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് എന്ന ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പാണ് ഈ നയം നിലവിൽ കൊണ്ടുവന്നത്. ഈ നിയമം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നും വിദ്യാർത്ഥി വിസകളും സ്ഥിരതാമസത്തിനായുള്ള അപേക്ഷകളും ഇതിൽ ഉൾപ്പെടുമെന്നും ഇമിഗ്രേഷൻ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. യഹൂദ വിരുദ്ധതയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്ന ഹമാസ്, പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ്, ലെബനോണിലെ ഹെസ്ബൊല്ല, യമനിലെ ഹൂതികൾ ഇവരുടെ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയോ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ വിസ റദ്ദാക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ സിറിയൻ സ്വദേശിയായ മഹ്മൂദ് ഖലീലിന്റെ വിസ റദ്ദാക്കിയിരുന്നു. 2022 വിദ്യാർത്ഥി വിസയിൽ അമേരിക്കയിലെത്തുകയും 2024 റെസിഡൻസി അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തെ നാടുകടത്തുകയായിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ്.